ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഇവിടെ നല്ല മഴയൊന്നും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര മടി ഉണ്ടാവില്ല അല്ലേ ചില ദിവസമൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് അയില മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ഇത് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 അയില മീൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വളംപുളി 1 നെല്ലിക്ക വലുപ്പത്തിലെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൊത്തത്തിൽ മിക്സാക്കി ഇതേപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് കേട്ടോ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ജാറിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിലാണ് കേട്ടോ കറിക്ക് ആവശ്യമായിട്ടുള്ള ചാറ് റെഡിയാക്കി എടുക്കുന്നത്. തക്കാളി ഇതേ രീതിയിലൊന്ന് പേസ്റ്റാക്കി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ള ഒരു കറി തന്നെ കിട്ടുക. നമുക്കിനി ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മളിതിലേക്ക് ഉള്ളിയൊന്നും പച്ചമുളകോ കാര്യങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ നല്ലൊരു ടേസ്റ്റും കൂടിയുണ്ട്. ഇനിയിപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇത്തിരി ടൈം എടുത്തിട്ട് തന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇതേ രീതിയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയിലെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാറൊക്കെ ഒന്ന് കുറുകി നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും പച്ചമുളകൊന്നും ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മീനിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്